ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഈ മാംഗോസ്റ്റിൻ പഴത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. മാംഗോസ്റ്റിനിൽ ധാരാളം മാംഗോസ്റ്റിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണവും വിശേഷവും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മാംഗോസ്റ്റിൻ്റെ എപ്പിസോഡാണ്, എല്ലാവരും കാണുക. മലയാള സാഹിത്യത്തിലെ സുൽത്താനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് വിശ്രമത്തണലൊരുക്കിയ മരമാണ് മാംഗോസ്റ്റിൻ. ലോകമെമ്പാടും ആരാധകരുള്ള പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന രൂപഭംഗിയുള്ള നല്ലൊരു പഴമാണ് മാംഗോസ്റ്റിൻ. തൂമഞ്ഞു പോലെ വെളുത്ത് മൃദുവായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. പ്രത്യേകമായ ഒരു ആസ്വാദനം, അതായത് ഒരു രുചി ഉള്ള അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഒരു പഴമാണ് മാംഗോസ്റ്റിൻ. പർപ്പിൾ നിറത്തിൽ, അതായത് പർപ്പിൾ നിറത്തിൽ, ഇപ്പം നമ്മൾ ഇവിടുന്ന് പറക്കി താഴെ നിന്ന് പൊഴിഞ്ഞു വീണ് കിട്ടിയ പഴം ആണിത്. അപ്പോൾ പർപ്പിൾ നിറത്തിലുള്ള ഈ പഴങ്ങൾ കാണാൻ ഭംഗിയാണ്. ഇത് കഴിക്കുന്നത്, ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഞാനൊന്ന് കാണിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി. കണ്ടില്ലേ, വെളുത്ത് തൂമഞ്ഞു പോലെ കാണാൻ വളരെ ഭംഗിയാണ്. ഈ കാണുന്ന ഇതിനുള്ളിൽ വിത്തുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം വലിയ അല്ലിക്കുള്ളിൽ വിത്തുകളുണ്ടാവും, ചെറുതിനകത്ത് വിത്തുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിൽ വിത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, അതിൽ വിത്തില്ലാത്തതാണ്. ഇതും കൂടെ നോക്കാം നമുക്ക്. അതിലും വിത്തില്ല. ഇത് നമ്മൾ കഴിക്കുന്ന മൂന്നാമത്തെ അല്ലി, ഇതിലും വിത്ത് കാണാൻ വഴിയില്ല. മൊത്തം 5 അല്ലികളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഇതിൽ വിത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇപ്പം 5 അല്ലികളാണല്ലോ നമ്മൾ ഇതിനകത്തുനിന്ന് കഴിച്ചത്. ഇതിലൊരു ചെറിയ വിത്തുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു, ചെറിയ വിത്ത്. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ 5 അല്ലികളാണ് കഴിച്ചത്. ഈ 5 അല്ലികൾ നമ്മളിത് ഈ പഴം തുറക്കുന്നതിന് മുമ്പ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് എത്ര അല്ലികളുണ്ടെന്ന്. അതൊരു ചെറിയ പൊടിവിദ്യയാണ്. ഈ നോക്കൂ, സ്റ്റാർ രൂപത്തിൽ ഇതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഇത് എണ്ണി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. 1 2 3 4 5 അല്ലികളാണ് ഇതിനകത്ത് ഉള്ളത്. അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അത് നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മറ്റൊരു പഴം എടുത്തു നോക്കാം. നമ്മളിവിടെ ഈ അല്ലികൾ എണ്ണി നോക്കാം. 1 2 3 4 5 6 3 3 6. ഇത് നമുക്ക് തുറന്നു നോക്കാം, എത്ര അല്ലി ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഓപ്പൺ. സി, ഒരു കേടുമില്ലാത്ത പഴം. 6 എണ്ണമാണ് നമ്മൾ എണ്ണിയത്. 1 2 3 4 5 6. അതിൻ്റെ ഒരു വിധിയാണ്. കഴിക്കുന്നത് നമുക്കിങ്ങനെ വിത്ത് മുളപ്പിച്ചാണ് മാംഗോസ്റ്റിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് മുളപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാതൃവൃക്ഷത്തിൻ്റെ തനിപ്പകർപ്പ് തന്നെ തൈകൾക്കുമുണ്ടാകും. ജനിതക വൈകല്യം തീരെയില്ല എന്നുള്ളതാണ് മാംഗോസ്റ്റിൻ്റെ പ്രത്യേകത. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 50 വർഷത്തിന് മേലെ പഴക്കമുള്ള മരങ്ങളിൽ നിന്നുള്ള വിത്തുകൾ ശേഖരിച്ചായിരിക്കണം നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. നന്നായി കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളുടെ വിത്തുകളുമായിരിക്കണം. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വേണ്ടത്ര ഗുണമേന്മ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിൽ നിന്നും അത്ര കണ്ട് ഫലങ്ങൾ കിട്ടുന്നില്ല. വിത്ത് മുളപ്പിച്ച തൈകൾ തന്നെയാണ് അഭികാമ്യം. നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തൈകൾ വാങ്ങണം. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഈ മരം, ഇതിപ്പോൾ 7-8 വർഷത്തോളം പഴക്കമുള്ള മരമാണ്. ഇതിനകത്ത് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ വിത്തുകൾ എനിക്ക് മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകളുടെ തൈകൾക്ക് ഗുണമേന്മ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. 100 വർഷത്തിലേറെ ആയുസ്സുള്ള മരമാണ് മാംഗോസ്റ്റിൻ.
അപ്പം 50 വയസ്സിന് മേലെ 50 വർഷത്തിന് മേലെ പ്രായമുള്ള മരങ്ങളുടെ വിത്ത് മുളപ്പിച്ച തൈകളായിരിക്കണം നിങ്ങൾ നടേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു തൈ നട്ടിട്ട് ഏകദേശം 7 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്നൊരു ആദ്യത്തെ ഫലം കിട്ടി തുടങ്ങുന്നത്. അപ്പം നല്ല ഒരുപാട് കാലം വേണം, അതുപോലെ തന്നെ നല്ല പരിചരണവും അത്യാവശ്യം വേണം. വളങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചെടിയാണ് മാംഗോസ്റ്റീൻ. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു പഴമാണ്. പഴത്തിന് അത്രയും പ്രത്യേകതകളുള്ളതാണ്. ധാരാളം വൈറ്റമിനുകളുടെ ഒരു കലവറയാണ് ഈ പഴം. അപ്പോൾ മാംഗോസ്റ്റീൻ മരങ്ങൾ വളങ്ങളോട് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു മരമാണ്. ആയതിനാൽ തന്നെ നമ്മൾ ധാരാളം ജൈവവളങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജൈവവളങ്ങളോടൊപ്പം തന്നെ നമുക്ക് സംയുക്ത വളങ്ങൾ നൽകാം. സംയുക്ത വളങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തൈ നട്ട് ഏതാണ്ട് ഒരു 4 മാസം മുതൽ 6 മാസം വരെ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ തൈ നമ്മൾ വാങ്ങുന്നതെന്ന് പറയുമ്പോൾ ഒരു പോട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു കവറിൽ വാങ്ങിക്കുന്ന അത്യാവശ്യം അത് വളരെ കുറച്ച് വലിയ തൈകളുണ്ടാവാം, ചെറിയ തൈകളുണ്ടാവും. ഏതായാലും നമ്മളതിനെ നട്ടതിന് ശേഷം ഒരു 4 മുതൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ ആദ്യത്തെ വളപ്രയോഗം ചെയ്യണം. അതിൽ ഈ സംയുക്ത വളങ്ങൾ, അതായത് നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളോടൊപ്പം തന്നെ സംയുക്ത വളങ്ങളെന്ന് പറയുന്നത് ഒരു 500 ഗ്രാം 18-18-18 ഒരു വർഷത്തിൽ 2 തവണ ഇതിൻ്റെ നമ്മുടെ ഈ ചെടിയുടെ ചുറ്റിനും തടത്തിനുള്ളിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ആദ്യത്തെ വർഷം 500 ഗ്രാം വളം കൊടുത്തു, സംയുക്ത വളം കൊടുത്തു. അതിന് നമ്മൾ രണ്ടാമത്തെ വർഷം 250 ഗ്രാമും കൂടെ കൂട്ടി 750 ഗ്രാം ആക്കാം. 750 ഗ്രാം അതിൻ്റെ അടുത്ത വർഷം, 3-ാം വർഷം നമ്മളതിനെ 1 കിലോ ആക്കി മാറ്റുന്നു. 4-ാമത്തെ വർഷം നമ്മളത് 1.25 കിലോ ആക്കും. അപ്പോൾ 1.25 കിലോ സംയുക്ത വളം 4-ാം വർഷം മുതൽ നമുക്ക് കൊടുത്ത് മുന്നോട്ട് പോകാം. അതിനോടൊപ്പം തന്നെ ജൈവവളങ്ങളും ധാരാളമായിട്ട് പച്ചില കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളങ്ങൾ നൽകിയാൽ ഇതിൽ ധാരാളമായി പഴങ്ങൾ ഉണ്ടാകുകയും ചെടിക്ക് ഒരുപാട് പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യും. ഒട്ടേറെ നീർവീഴ്ചയും ജൈവാംശവും അതുപോലെ തന്നെ 5-നും 6-നും ഇടയ്ക്ക് pH ഉള്ള മണ്ണുമാണ് മാംഗോസ്റ്റീൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ മാംഗോസ്റ്റിൻ്റെ ആഹാരം വലിച്ചെടുക്കുന്ന വേരുകൾ ഇതിൻ്റെ ഉപരിതലത്തിൽ ആയതിനാൽ നമ്മൾ മണ്ണിളക്കാൻ പാടില്ല. ആ വേരുകളെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതാണ് ഇതിൻ്റെ വേരുകൾ. ഇതിൻ്റെ ഉപരിതലത്തിലാണ് ഈ വേരുകളുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള ഒരു മാംഗോസ്റ്റീൻ മരമാണ്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ വിസ്താരത്തിൽ നമ്മൾ തടവെടുക്കണം. ഇത് പിന്നെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ ഒതുക്കി എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ കുറവുകൾ ഈ മരത്തിന് കാണാനുമുണ്ട്. അപ്പോൾ ഈ ഇലകൾ വലിച്ചെടുക്കുന്ന ആഹാരം വലിച്ചെടുക്കുന്ന വേരുകൾ ഇതിൻ്റെ ഉപരിതലത്തിലാണുള്ളത്. ഒരു കാരണവശാലും ഈ വേരുകൾ ഇളകാൻ പാടില്ല. വളം ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ രീതിയിൽ മണ്ണ് വെട്ടിക്കൂട്ടി ഇങ്ങനെ കൂന പോലെ ആക്കി വെക്കുന്നതാണ് അനുയോജ്യമായ സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ മാസത്തിലും ഇതിൻ്റെ മുകളിൽ പച്ചിലകൾ, അതായത് കൊന്ന പോലുള്ള പയർവർഗ്ഗങ്ങളുടെ ഇലകളിട്ട് അതിൻ്റെ മുകളിൽ ബയോമൃതം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള സൂക്ഷ്മജീവികൾ, ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ ഈ മണ്ണിൽ വളർന്ന് മണ്ണ് നല്ല പാകമാവുകയും അത് നമ്മുടെ മരത്തിന് ഒരുപാട് പ്രതിരോധശേഷി നൽകി നമുക്ക് നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും. വേനൽക്കാലത്ത് നേരിട്ട് സൂര്യപ്രകാശം ഈ മാംഗോസ്റ്റിൻ്റെ ഇലകളിൽ പതിക്കുന്നത് കൊണ്ട് ഇലകൾ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ 30% നമ്മൾ തണൽ നൽകണം മരത്തിന്. അതുപോലെ തന്നെ നമ്മൾ മരങ്ങൾ നട്ട് 4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പാർശ്വശിഖരങ്ങളെ പ്രൂൺ ചെയ്ത് ഒരു ഇൻവെർട്ടർ ഷേപ്പിൽ മരത്തെ വളർത്തിയെടുത്താൽ വളരെ ഭംഗിയായിരിക്കും, ധാരാളം ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഡെൻസിറ്റി, നമുക്ക് കുറച്ചുകൂടെ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആ നിലയ്ക്ക് നടത്താൻ പറ്റും. നമ്മൾ തനിവിളയായിട്ട് മാംഗോസ്റ്റീൻ കൃഷി ചെയ്യുകയാണെങ്കിൽ മിനിമം 30 അടി അകലത്തിലായിരിക്കണം നമ്മൾ തൈകൾ നടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിനെ പ്രൂൺ ചെയ്ത്, അതായത് ഒരു 12 അടി ഉയരത്തിലെത്തുമ്പോൾ തന്നെ അവിടെ വെച്ച് നമ്മളിതിനെ ലിമിറ്റ് ചെയ്തിട്ട് പാർശ്വശിഖരങ്ങളെ പ്രൂൺ ചെയ്ത് ഇൻവെർട്ടർ ഷേപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു 20 അടി അകലത്തിൽ മരങ്ങൾ നടാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. സാധാരണ ചെയ്യുകയാണെങ്കിൽ 30 അടി അകലത്തിലാണ് നമ്മൾ
മരങ്ങൾ നടേണ്ടത്. കാപ്പൊഴിച്ചിൽ, അതായത് മാങ്കോസ്റ്റിൻ്റെ പൊഴിച്ചിൽ തടയാനും ഗുണമേന്മയേറിയ കായകൾ വിളവെടുക്കാനും നമുക്ക് പല രീതികൾ പരീക്ഷിക്കാം. അതിലൊന്ന്, വെള്ളത്തിൽ നന്നായി ലയിക്കുന്ന കാൽസ്യം നൈട്രേറ്റ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഓരോ 3 ആഴ്ച കൂടുമ്പോഴും ആവർത്തിച്ച് കായ്കൾ വിളവെടുക്കുന്നതിന് 3 ആഴ്ചയ്ക്ക് മുൻപ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നിർത്തുക. അതാണ് ഒരു രീതി. അപ്പോൾ ഇത് കാൽസ്യം നൈട്രേറ്റ് നമ്മൾ തളിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഈ കായ്കൾക്കൊരു മഞ്ഞക്കറ ഉണ്ടാകാറുണ്ട്. അത് മഞ്ഞക്കറ ഇതാണ് ഈ കായ്കൾക്ക് പുറത്തുണ്ടാകുന്ന മഞ്ഞക്കറയാണിത്. ഇത്തരത്തിൽ മഞ്ഞക്കറ ഉണ്ടായാൽ ഇതിൻ്റെ ഗുണമേന്മയും വലിപ്പവും കുറയുകയും ഇതിൻ്റെ ഉള്ളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കേടായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പാകമാകാത്ത ഒരു പഴമാണിത്. അതായത് പാകമാകുന്നതിനോടടുത്ത് വന്നപ്പോൾ ഇതിൽ മഞ്ഞക്കറ ചാടിയിട്ടുണ്ട്. അതേസമയം ഇത് നോക്കൂ, ഇതൊരു ക്ലീൻ പഴമാണ്. ഇതിന് യാതൊരു രോഗങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ കണ്ടോ, ഇത് ക്ലീനായിട്ടുള്ളൊരു പഴമാണ്. അപ്പോൾ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് മേൽപ്പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഗുണമേന്മയുള്ള നല്ല പഴങ്ങൾ നമുക്ക് ലഭിക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഇനമാണ് മാങ്കോസ്റ്റിൻ. മാങ്കോസ്റ്റിന് 100 വർഷത്തെ ആയുസാണ്. നമ്മളൊരു മരം നട്ടാൽ നമുക്ക് 100 വർഷം നമുക്കത് വിളവ് തരും എന്നുള്ളതാണ് ഒരു വളരെ പ്രത്യേകതയുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. റംബുട്ടാൻ അതുപോലുള്ളതൊക്കെ ആണെങ്കിൽ, റംബുട്ടാനാണെങ്കിലും നമ്മൾ വലയിട്ട് സംരക്ഷിക്കണം. ഒരുപാട് നമുക്ക് അത് വിളവിൻ്റെ ഒരു പകുതി ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം എന്താവും, വലയിട്ടില്ലെങ്കിൽ പക്ഷികൾ അത് തിന്ന് നശിപ്പിക്കുക. പക്ഷികളുടെ ആവശ്യം അവർ നിറവേറ്റുന്നു. പക്ഷേ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനതൊരു നഷ്ടമാണ്. അപ്പോൾ ഈ പുറന്തോടിൻ്റെ ഇതിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇതിനെ പക്ഷികളൊന്നും ആക്രമിക്കത്തില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു മരത്തിൽ നിന്ന് നമുക്ക് 100 കിലോ വിളവ് കിട്ടിയാൽ തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ 25,000 രൂപ ഒരു വർഷത്തിൽ നമുക്ക് ഒരു മരത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് കാര്യം. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് 250 രൂപ വിലയുണ്ട് അതിന്. വലിയ മാർക്കറ്റുകളിലോട്ടൊക്കെ പോകുമ്പോൾ, അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പോകുമ്പോൾ 399 രൂപയാണ് അവിടെ വില എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ 250 എന്നുള്ള ഒരു ശരാശരി വില അതല്ല. ഇനി നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞാൽ പോലും നമുക്കൊരു 10 മരം അല്ലെങ്കിൽ ഒരു 10-20 മരങ്ങളെ നമ്മൾ നട്ടു വളർത്തിയാൽ സ്ഥലമുള്ളവർക്ക് നല്ല ലാഭകരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മാങ്കോസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,